ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു യോക്ക് ഡിസൈനിങ് ആണ്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ എടുത്തേക്കുന്നത് ബ്ലാക്ക് റൗണ്ട് ബീഡും അതുപോലെ യെല്ലോ കളറുള്ള ആങ്കറിൻ്റെ ത്രെഡുമാണ്. അപ്പോൾ ഇതിന് പകരം വേണമെങ്കിൽ സിൽക്ക് ത്രെഡും യൂസ് ചെയ്യാം. ക്ലോത്ത് ഞാൻ ഫ്രെയിമിൽ ഫിക്സ് ചെയ്തിട്ട് ഇതുപോലെ യോക്കിൽ ഡിസൈൻ ട്രേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനിൽ മാത്രമാണ് കേട്ടോ വർക്ക് വരുന്നത്. ആദ്യം ഫ്ലവറിൻ്റെ നടുക്കുള്ള ആ റൗണ്ട് പോർഷനിലാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നീഡിൽ ഇതുപോലെ എടുത്തിട്ട് ഒരു റൗണ്ട് ബീഡ് നമുക്ക് നടുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് വീണ്ടും നീഡിലെടുത്തിട്ട് അതിലേക്ക് വീണ്ടും ഒരു 6 ബീഡും കൂടെ കോർത്തെടുക്കുകയാണ്. ഒന്നിച്ച് കോർത്തെടുത്തിട്ട് അതിന് ചുറ്റുമായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ബീഡ്സ് ഇതുപോലെ പിടിച്ചിട്ട് ഒന്ന് വളച്ച് വെച്ചിട്ട് ഈ ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ നീഡിലൊന്ന് കടത്തിയിട്ട് വലിച്ചു കഴിയുമ്പം ഫസ്റ്റ് വെച്ച ബീഡിന് ചുറ്റുമായിട്ട് ഈ ബീഡ്സ് വരുന്നതായിരിക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ലോക്ക് സ്റ്റിച്ചും കൂടെ ചെയ്ത് അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി വീണ്ടും നീഡിൽ ഇവിടുന്ന് എടുക്കുകയാണ്. എന്നിട്ട് അതിലേക്കൊരു 12 ബീഡ്സ് നമുക്ക് ഒന്നിച്ചെടുക്കാം. എന്നിട്ട് ഒരു റോയും കൂടെ ഇതുപോലെ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. ഇനി യെല്ലോ കളറുള്ള ത്രെഡ് ഇതുപോലെ നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 6 സ്റ്റാൻഡ്സ് ആണ് കേട്ടോ. ഇനി ഞാൻ ഇവിടുന്ന് നീഡിലെടുത്തിട്ട് നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ ഷേപ്പ് എങ്ങനെ വരുന്നോ അതിനനുസരിച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് കുറച്ചിങ്ങനെ ലെങ്തായിട്ട് വന്നേക്കുന്ന ആ പോർഷനാണ്. അവിടെ വരുമ്പോൾ നമ്മൾ കുറച്ച് ലെങ്തായിട്ട് തന്നെ എടുക്കുക. ഷോർട്ടായിട്ട് വരുന്ന പോർഷനിൽ ഷോർട്ടായിട്ടും എടുക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഓരോ പെറ്റലും ഫില്ല് ചെയ്ത് പോവുകയാണ് കേട്ടോ.
ഇനി ആ വലിയ ഫ്ലവറിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു കുഞ്ഞ് ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നീഡിൽ ഇതുപോലെ എടുക്കുവാണ്. എന്നിട്ട് ഒരു ലേസി ഡേസി സ്റ്റിച്ച് ചെയ്യുവാണ്. ഇനി വീണ്ടും നീഡിൽ ഇവിടുന്ന് എടുത്തിട്ട് ആ ഒരു പോർഷൻ ഫുള്ളായിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ആ ഒരു പോർഷൻ ഫില്ലായിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഒരു 2 പെറ്റലും കൂടെ ചെയ്തെടുക്കണം. ഇനി ഇവിടെ ഒരു 3 ബീഡ്സ് നമുക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ 3 ബീഡ്സ് ഒന്നിച്ചെടുക്കുവാണ്. എന്നിട്ട് ഈ ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ നീഡിൽ കടത്തിയിട്ട് വലിച്ചു കഴിയുമ്പം അത് നമുക്ക് ഇതുപോലെ 3 എണ്ണം ഒന്നിച്ച് വരുന്നതായിരിക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ലോക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.